ബൈബിൾ പറഞ്ഞ വാക്യം, അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. ആമേൻ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കുന്നു. പത്രോസ് എന്നാ പറഞ്ഞ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. ഒരു ഭിക്ഷക്കാരൻ ഒരു ദൈവാലയത്തിന്റെ പടിക്കെട്ടിലിരുന്ന കൈ നീട്ടി ഭിക്ഷയാചിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ 3-ാം അധ്യായം എന്ന് പറയുന്നത്. പക്ഷേ അവൻ ഭിക്ഷയാചിക്കാനുണ്ടായ ഒരു കാരണമുണ്ട്. കയ്യും കാലും ഉണ്ടെങ്കിൽ തന്നെയും കാലുകൾക്ക് സ്വാധീനമില്ലാഞ്ഞിട്ട് നടക്കാൻ കഴിയാത്തവൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് മുതലേ അവൻ മുടന്തനായ ഒരു മനുഷ്യനാണ്. ആമേൻ. അവൻ ഇന്നേ വരെ നടന്നിട്ടില്ല. എല്ലാവരും നടക്കുന്നത് കാണുമ്പോൾ അവൻ ആഗ്രഹമുണ്ടെന്ന് നടക്കണമെന്ന്, പക്ഷെ ഇന്നേ വരെ നടക്കാൻ പറ്റിയിട്ടില്ല. ആമേൻ. അവന്റെ ജീവിതം പരാജയം. ബൈബിൾ പറയുന്നു, 4-ാം അധ്യായം വായിക്കുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് 40 വയസ്സിൽ അധികം പ്രായമുണ്ടായിരുന്നു. ആമേൻ. 40 വയസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതിയാണ്. മോശ നമുക്ക് നൽകിയ സങ്കീർത്തനം 90 ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്റെ പ്രായം 40 ആണെങ്കിൽ ആമേൻ, ആ മനുഷ്യന്റെ പകുതി അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ് 40-ൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ആമേൻ, നമുക്കറിയാം ആമേൻ, ഒരു പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് കഷ്ടവും ദുഃഖവും നിരാശയും നടുവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ള സമയങ്ങളായിരിക്കാം. ഒരു ഹല്ലേലൂയ പറയും. ആമേൻ. അല്ലെ, കഴിഞ്ഞ 40 നമ്മൾ ചുറുചുറുക്കോടെ ഓടി നടന്ന് ആമേൻ എന്തും ചെയ്യാൻ നമുക്കൊരു ആരോഗ്യവും തണ്ടിടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അടുത്ത 40 എന്ന് പറയുന്നത് ചെറിയ കഷ്ടപ്പാടുള്ള സമയമാണ്. ആമേൻ. പതിയെ നമ്മൾ കാര്യങ്ങൾ ചെയ്യൂ. എവിടെയെങ്കിലും മുകളിലോട്ട് കയറണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിയേ കയറത്തുള്ളൂ. കാരണം ഇനി പഴയ പോലൊന്നും പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പൊ അടുത്ത 40ലേക്ക് പുള്ളി പോവുക. പക്ഷെ ഒരു കാര്യം ഈ പുള്ളി ആമേൻ, ഒരു കാര്യം ഞാൻ പറയും, ഈ പുള്ളിയുടെ ആദ്യത്തെ 40, ഒരു മനുഷ്യന്റെ ആദ്യത്തെ 40 ആണോ നല്ലത്, രണ്ടാമത്തെ 40 ആണോ നല്ലത്? ആദ്യത്തെ 40. എല്ലാവർക്കും ആഗ്രഹം കാണോ ആദ്യത്തെ 40-നകത്ത് തന്നെ നിൽക്കാൻ. പക്ഷെ പറ്റത്തില്ലല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ, എല്ലാവർക്കും ആഗ്രഹം കാണും ആദ്യത്തെ 40-നകത്ത് നിന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷെ നടക്കില്ല. ആമേൻ. അത് ദൈവനിശ്ചയമാണ്, അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ആമേൻ. ഏതായാലും ആമേൻ, ഈ ആദ്യത്തെ 40 നല്ല 40. ചിലതൊക്കെ നേടേണ്ട സമയം, ചിലത് ആമേൻ പഠിക്കുന്ന സീസൺ, ജോലി കിട്ടുന്ന സീസൺ. 40 കഴിഞ്ഞിട്ട് പിന്നെ വല്ല ജോലിയൊന്നും ആർക്കും കിട്ടത്തില്ല. വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടണം. ആമേൻ. ഞാൻ പറയട്ടെ, അങ്ങനെ ഒത്തിരിയൊക്കെ പ്രാപിക്കേണ്ടതും ഒത്തിരിയൊക്കെ നമ്മൾ സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായൊരു കാലമാണ് 40-നകത്തുള്ള കാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നേരത്തെ നേടിയ നിന്നകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് വെച്ചങ്ങ് ജീവിച്ച് തീർക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത 40 എന്നൊക്കെ പറയുമ്പോൾ ഈ 40 കഴിഞ്ഞിട്ട് പിന്നെ പണി പഠിച്ച് ആമേൻ എന്തെങ്കിലുമൊക്കെ നേടുന്നവരൊക്കെ വളരെ അപൂർവമാണ്. അതിന് മുമ്പ് പഠിക്കുന്നതേ പിന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തുള്ളൂ. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞില്ല നിങ്ങൾ? അപൂർവം ഇല്ലെന്നില്ല, അപൂർവമൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. എങ്കിലും അധികം ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് എന്നതാ, ആമേൻ, ആദ്യമേ നമ്മൾ പഠിച്ചതാ 15-ലും 28-ലും 30-ലും ഒക്കെ പഠിച്ച് നമ്മൾ സ്വായത്തമാക്കിയതാ. പിന്നെ നമ്മുടെ ആയുഷ്കാലത്ത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരട്ടെ. അപ്പൊ ആദ്യത്തെ 40 ഇവന്റെ ജീവിതം മൊത്തം പരാജയമാണ്. അത് ഒരു മനുഷ്യന്റെ നല്ല കാലമാണ് ഈ ആദ്യത്തെ 40 എങ്കിൽ ബൈബിൾ പറയുന്നു ഇവന്റെ നല്ല കാലം മൊത്തം അവന് ഇരുന്ന് തീക്കുക. ഹല്ലേലൂയ. ചിലരുടെ ജീവിതം അങ്ങനെ നല്ല സമയം മൊത്തം ഇരുന്ന് തീർത്തു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഈ 2024-ന്റെ 12-ാമത്തെ മാസം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുന്നു, ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സാന്നിധ്യം ഇന്ന് ഈ ഹോളിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. അത് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ശൽബന റഗദന ജലഘടക രക്ഷസ്കമനഘടകസി കരമടിച്ച ഇന്ന് ദൈവത്തിന് നന്ദി പറയട്ടെ. അക്കരങ്ങളെ തട്ടെ. ഓ റാബ ശകേനി റീമാന ശകേനിയ റീബൽ പ്രൗഢിബിരി ഘടക അത്യുന രക്ഷസ്കമനഘടകസി യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഷാരാബ ധേനി റഗൽ കമനഘടക വൈഷസ് പ്രൗഢിബിരി ഘടക രക്ഷസ്കമനഘടകസി ഹോളി സ്പിരിറ്റ്
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, അതൊന്നും കിടമ ഈ സഹോദരൻ ഈ 40 വയസ്സിലധികം പ്രായമുള്ള ഈ മുടന്തനായ മനുഷ്യൻ ഇരുന്നു തീർത്തതാ തന്റെ ആദ്യത്തെ 40. അന്നേരമാണ് താൻ ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അകത്തല്ല ഇരിപ്പ്, പുറത്താ പുള്ളി ഇരിപ്പ്, അല്ലേ? ചിലരൊക്കെ ചർച്ചിൽ പോകും, ഇരിപ്പെല്ലാം അകത്തായിരിക്കില്ല, ഇരിപ്പെല്ലാം പുറത്തായിരിക്കും. ആമേൻ. അവന്റെ ജീവിതമേ പുറത്തായി പോയി. ആമേൻ. ഇവൻ എങ്ങനെ പുറത്തിരിക്കുമ്പോഴാ പത്രോസ് യോഹന്നാനൊക്കെ അതുവഴി കടന്നു വരിക. ഇവനോട് ഈ മനുഷ്യരെ കണ്ടപ്പോൾ, പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോൾ കൈ നീട്ടിട്ട് ഒരു കാര്യം ചോദിച്ചു, വല്ലതും തരണം. ആമേൻ. എന്തെങ്കിലും എന്ത് ചെയ്യണം? തരണം. ചോദിച്ചത് ഭിക്ഷയാ. പക്ഷെ ചോദിച്ചത് ആരോടാ? പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചത്. ഇവരാരാ? ഇവർ കർത്താവിന്റെ ശിഷ്യന്മാരാ. ഇവരോട് ചോദിക്കുമ്പോൾ ഇവരെന്നാ പറഞ്ഞേ? ആമേൻ, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. അതിന്റെ അർത്ഥം ചോദിച്ച ചോദ്യം ഇവർക്ക് മനസ്സിലായി. വെള്ളിയും പൊന്നും അതെന്താ? നാണയങ്ങൾ. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ 500 രൂപ നോട്ടില്ല, ഇന്നത്തെ പോലെ 2000 രൂപ നോട്ടില്ല, 200 രൂപ നോട്ടില്ല. അന്നത്തെ നാണയം എന്ന് പറയുന്നത് വെള്ളി നാണയം, സ്വർണ്ണ നാണയം. അതുകൊണ്ട് പത്രോസും യോഹന്നാനും കൂടെ പറഞ്ഞു, ആമേൻ, യോഹന്നാന്റെ കാര്യം എനിക്കറിയത്തില്ല, പത്രോസ് പറഞ്ഞത് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയാ, വെള്ളിയും പൊന്നും എനിക്കില്ല. അതിന്റെ അർത്ഥം പത്രോസിന് അഭിമാനത്തോടൊരു വാക്ക് പറയുന്നു, എനിക്കൊരു സംഭവം ഉണ്ട്, അത് ഞാൻ നിനക്ക് തരാം. ഇന്ന് ഇതിനകത്ത് നീ സമൂഹത്തിലും ജീവിതത്തിലും ഏറ്റവും വലുതെന്ന് കണ്ട വെള്ളിക്കും പൊന്നിനേക്കാളും വലുത് ദൈവത്തിൽ നിന്ന് എന്തോ വാഗ്ദത്തമായി നിനക്ക് ലഭിക്കാനുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇതിനകത്താളുണ്ടെങ്കിൽ ഈ ശനിയാഴ്ചയിൽ വെള്ളിയേക്കാൾ വിലപിടിപ്പുള്ളത്, പൊന്നിനേക്കാൾ വിലപിടിപ്പുള്ളത് ദൈവം നിന്റെ മേൽ റിലീസ് ചെയ്യാൻ പോവാ. എത്ര പേരുണ്ടെന്ന് പകൽക്കാലം അത് സ്വീകരിപ്പാൻ? ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വെള്ളിയേക്കാൾ വിലപിടിപ്പുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് പൊന്നിനേക്കാൾ വിലപിടിപ്പുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഇവിടെ കാണുന്ന പലതിനേക്കാൾ വിലപിടിപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, പത്രോസിന് എന്ത് കിട്ടി? അതാദ്യം നമ്മൾ ചിന്തിക്കണം, അതാദ്യം നമ്മൾ മേടിക്കണം. ആമേൻ. അത് മേടിച്ചാൽ ഈ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗിന് വന്നതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അത് ദൈവത്തിൽ നമ്മൾ പ്രാപിക്കണം. പത്രോസിന് കിട്ടിയത് നമുക്ക് വേണം, വേണ്ടേ? അതോ 2 വെള്ളി നാണയം മാത്രമേ മതിയോ? അങ്ങോട്ട് പോകുമ്പോൾ ചായ കുടിക്കുമ്പോൾ അതങ്ങ് തീരുന്നേ. പക്ഷെ ഈ സാധനം പത്രോസിന്റെ മേൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്, അത് ചായ കുടിച്ചാലൊന്നും തീരത്തൊന്നുമില്ല. പിന്നെയോ ബൈബിൾ പറയുന്നു, 40 കൊല്ലം ഇരുന്നവനെ ഉറപ്പിച്ച എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഒരു വാഗ്ദത്തം പത്രോസിന്റെ അകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചിലതിന്റെ മേൽ ഈ 2024 12ാമത്തെ മാസത്തിൽ ദൈവം അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. Yes, take it the glory of Jesus. Shalbara ratharakmanase riba shamanagandagase വൈശസ് പ്രൗഢിവിരികണ്ടക അടക ക്ഷമനകണ്ടകസെ യേശുവിന്റെ നാമത്താൽ ജയം. ഇന്ന് പകലിലെ ദൈവശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിറയ്ക്കട്ടെ. ചോദിച്ച ചോദ്യം പത്രോസായി ഏറ്റെടുത്തത്. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല. പിന്നെ പുള്ളിക്ക് എന്നാ കിട്ടി? പുള്ളി ദൈവത്തിന്റെ യേശുവിന്റെ പുറകെ നടന്നതല്ലേ? ആമേൻ. 3.5 വർഷം യേശുവിന്റെ പുറകെ നടന്നു. പുള്ളിക്ക് എന്തെങ്കിലും, പുള്ളിക്ക് ആദ്യമൊക്കെ ആഗ്രഹിച്ചതാ, വീട് കിട്ടണം, കാറ് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം. ആമേൻ. വലിയ കപ്പൽ കിട്ടണം, പിന്നെ തൊഴിലുണ്ടാക്കണം, ബിസിനസ് ഉണ്ടാക്കണം. ഇതൊക്കെ വലിയ വാഗ്ദത്തങ്ങളായി പുള്ളി കൊണ്ട് നടന്നതാ. പക്ഷെ കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, ഇതിനേക്കാളും വലിയ വാഗ്ദത്തമാണ് കൂടെ നടന്ന പത്രോസിന് യേശു വാഗ്ദാനം ചെയ്തത്. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ് ആമേൻ. വാഗ്ദാനം എന്നൊക്കെ, വാഗ്ദത്വം എന്നൊക്കെ പറയുന്നത് എന്താ? നമുക്കില്ലാത്തൊരു കാര്യം ദൈവം തരാമെന്ന് നമ്മളോട് ഉറപ്പ് പറയുന്നതിനെ വാഗ്ദാനം എന്ന് പറയുന്നേ, അല്ലേ? അതല്ലേ വാഗ്ദാനം. ആമേൻ. വാഗ്ദത്വം എന്നൊക്കെ പറയുന്നത് നമുക്കില്ല. സ്വർഗം നമുക്ക് കിട്ടിയോ? ഇല്ല. പക്ഷെ ദൈവം വാഗ്ദത്വം ചെയ്യുന്നു, ഞാൻ നിനക്ക് സ്വർഗം തരാം. ഹല്ലേലൂയ. ഇതല്ലേ ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇതുപോലെ പല വാഗ്ദത്വങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. കാറില്ലാത്തവനോട് ചിലപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പറയും, ഞാൻ നിനക്കൊരു വാഹനം തരാം. ഇതൊരു വാഗ്ദത്വമാണ്. വീടില്ലാത്തവനോട് ദൈവം പറയും, ഞാൻ നിനക്കൊരു ഭവനം തരാം. ഇതൊരു വാഗ്ദത്വമാണ്. ജോലിയില്ലാത്തവനോട് ദൈവം പറയും, ഞാൻ നിനക്കൊരു ജോലിയുടെ വഴി തുറക്കാം. ഇതൊരു വാഗ്ദത്വമാണ്. നീ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ സ്വർഗം നിന്നോട് വാക്ക് പറയും, 2025 അത് ഞാൻ നിനക്ക് തരാം. ഇതിനൊക്കെ പറയുന്നത് ആ വാഗ്ദത്വം
വാഗ്ദത്തമെന്ന്. എന്നാൽ ഈ കാലത്ത് ലോകത്തിൽ ഇതൊക്കെ നമ്മൾ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ അവൻ സ്വർഗത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവരോട് പറയുന്നു, എടാ ജോലിയൊക്കെ ഇവിടെ അഴിഞ്ഞു പോകുക, കാറൊക്കെ ഇവിടെ നശിക്കാം, വീടൊക്കെ ഇവിടെ നശിക്കാം, പക്ഷെ നശിക്കാത്ത ഒരു വാഗ്ദത്തം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വിട്ടുകൊടുക്കാൻ പോവുകയാണ്. ഇന്ന് പകലിൽ അത് താല്പര്യപ്പെടുന്ന, അത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഹൃദയം തുറക്കുക, നിന്റെ ഉള്ളിൽ അത് വരും. വീണ് കിടക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ വാഗ്ദത്തം ഇന്ന് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ആമേൻ. ചാകാറായ ചില ശേഷിപ്പുകളെ എഴുന്നേൽപ്പിക്കുന്ന ചില വലിയ വാഗ്ദത്തം ഇന്ന് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, കാറോ വീടോ പ്രോപ്പർട്ടിയോ ജോലിയോ ഭാവിയോ അങ്ങനെയുള്ളതിനേക്കാൾ അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തമുണ്ട്. അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്താൻ പോവുകയാ. സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നമ്മൾ പലപ്പോഴും പറയുന്നു കാറ് വീട് പ്രോപ്പർട്ടി വീട് ഇങ്ങനെയുള്ള പല വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പത്രോസ് ഒരിക്കൽ ഇത് ചോദിച്ചു. പണ്ടൊരു ധനവാൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഭാഗമൊന്നും എടുക്കുന്നില്ല, പറഞ്ഞു പോകാം. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പെട്ടെന്ന് യേശു ഈ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞിട്ട്, നിത്യജീവൻ പ്രാപിക്കാൻ വേറെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല, 10 കൽപ്പന അനുസരിക്കണം. നീ പോയി ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചു, ഗുരു എനിക്കൊരു സംശയം. അപ്പോൾ യേശു എന്നടാ സംശയം? ഈ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? പുള്ളി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളിക്ക് പിന്നെ ഒരു സംശയം. കാരണം പുള്ളി ഇതൊക്കെ കുറേ നാളെ കണ്ടുപഠിച്ച് വരിക. അപ്പോൾ യേശു ക്രിസ്തു എണ്ണി അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. 1 മുതൽ 10 വരെ അങ്ങ് പറഞ്ഞ് വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൊല ചെയ്യരുത്, അല്ലേ? ഇങ്ങനെയുള്ള 10 കൽപ്പന എന്ത് ചെയ്തു? പുള്ളിക്കാരന് അങ്ങോട്ട് പറഞ്ഞു. 10ാമത്തതും കഴിഞ്ഞപ്പോൾ പുള്ളി ഇത്ര തന്നെ, യേശു പറഞ്ഞു ഇത്ര തന്നെ. പുള്ളി കോളറൊക്കെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചു പറഞ്ഞു, എൻ്റെ പൊന്നു ഗുരു, ഇതെത്ര കൊല്ലമായി ഞാൻ അനുസരിച്ച് നടക്കുക. അപ്പോൾ യേശു ഞെട്ടി, ഇവിടെ ഇത്രയും കൊല്ലം അനുസരിച്ചിരുന്ന് എനിക്ക് ഈ നിത്യജീവൻ കിട്ടിയില്ലേ? പുള്ളി പറഞ്ഞില്ല. ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞു. ചിലരങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സാധനം ഇവരുടെ കൈ കിട്ടിയിട്ടില്ല. ഇന്ന് കിട്ടണം. ഇന്ന് ചിലരുടെ കയ്യിലത് വരണം. ഇന്ന് നിന്റെ കയ്യിലത് ലഭിക്കണം. ഇത്ര കൊല്ലമായി ഞാൻ എല്ലാം ചെയ്യുന്നു. 10 കൽപ്പന എണ്ണി അനുസരിച്ചുകൊണ്ടിരിക്കുക. വള്ളി പുള്ളി തെറ്റാതെ ഞാൻ കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ എനിക്ക് നിത്യജീവൻ കിട്ടിയിട്ടില്ല. അപ്പൊ എന്നിട്ട് ഈ മനുഷ്യന്റെ മനസ്സിലായി, ഇത് 10 അനുസരിച്ചിട്ട് ഈ സാധനം എൻ്റെ കൈ വന്നില്ല, എന്തോ ഒരു കുറവുണ്ട്, അല്ലേ? എന്തോ ഒരു കുറവുണ്ട്. ആ കുറവറിയാൻ താല്പര്യപ്പെടാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ കുറവ് കർത്താവ് വെളിപ്പെടുത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഇനി എൻ്റെ കുറവ് എന്നതാ ഒന്ന് ദൈവത്തോട് ചോദിക്കുന്നത്. കർത്താവ് പറഞ്ഞു തരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടും. അത് നിങ്ങളുടെ മനസ്ഥിതി പോലെ ഇരിക്കും. ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞില്ല നിങ്ങൾ? ഞാൻ കുറവ് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നുള്ളൂ. തമ്പുരാൻ ഡയറക്റ്റ് പറഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമില്ലല്ലോ. ഇനി ഈ മനുഷ്യൻ ചോദിച്ചേക്ക, ഗുരു എൻ്റെ കുറവ് എന്നതാ? ഈ നിത്യജീവൻ എൻ്റെ കയ്യിൽ ലഭിക്കാതിരിക്കാൻ എന്നിൽ വന്ന കുറവെന്താ? ഈ മനുഷ്യനോട് യേശു പറഞ്ഞു, ഒന്ന് നോക്കി വെച്ചെൻ്റെ കർത്താവ് പറഞ്ഞു, ഒരു കുറവ് എനിക്ക് മനസ്സിലായി. നീ പോയി. ഇത് ഈ മനുഷ്യൻ്റെ കുറവ് കേൾക്കാൻ വേണ്ടി എല്ലാവരും ചെവി കുറിപ്പിച്ച് നിൽക്കുക. നല്ല കാര്യം പറയുന്നത് കേൾക്കാൻ ആർക്കും ചെവിയില്ല. ഈ മനുഷ്യൻ്റെ കുറവ് പറയാൻ വേണ്ടി യേശു ഇങ്ങനെ നിന്നപ്പോഴാണ് 12 ശിഷ്യപ്പെട്ട അവനെ കുറിച്ച് എന്തോ ഒരു കുറവ് പറയാൻ പോകുന്നു. അവൻ്റെ കുറിച്ച് എന്തോ കുറ്റം പറയാൻ പോകുന്നു. കുറ്റമൊന്നല്ല, കുറവ് വെളിപ്പെടുത്തി കൊടുക്കാൻ പോകുന്നു. പത്രോസ് ഇങ്ങനെ ചെവി കുറിപ്പിച്ചപ്പോൾ യേശു ആ ധനവാനായ മനുഷ്യനോട് പറയുന്നു, നീ ഒറ്റ കാര്യം കൂടെ ചെയ്താൽ മതി. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുക്കാൻ പറഞ്ഞു? ദരിദ്രർക്ക് കൊടുക്കണം. പള്ളി കൊണ്ടുവരാനല്ല പറഞ്ഞു, പിന്നെ ഇവിടെ കൊടുക്കാൻ പറഞ്ഞു, ദരിദ്രർക്ക് കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിക്കുക. ഈ മനുഷ്യൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇതാണോ എൻ്റെ കുറവ്? ബൈബിൾ വായിച്ചാൽ അറിയാം. ഈ മനുഷ്യൻ പെട്ടെന്ന് അവിടെ നിന്ന് തീരുമാനം എടുത്തു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിത്യജീവൻ വേണ്ട, എനിക്ക് പൈസ മതി. ഈ മനുഷ്യൻ വിഷാദിച്ച് ദുഃഖത്തോടെ തിരിഞ്ഞ് തൻ്റെ വണ്ടി കയറി താനങ്ങ് പോയി. പക്ഷെ സംഗതി അവിടെ കൊണ്ട് തീർന്നില്ല. പത്രോസ് ഈ വിഷയം ഏറ്റെടുത്തു. 11 പേരെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, യൂദായെ, നിന്റെ കയ്യിലാ പണസഞ്ചി ഇരിക്കുന്നത്, നീ ആ ധനകാര്യ വകുപ്പ് കൺട്രോൾ ചെയ്യുന്നേ, ഇങ്ങ് ബാ, ഇപ്പൊ
ഇപ്പോൾ ധനവാനായിരിക്കുന്ന മനുഷ്യനോട് യേശു പറഞ്ഞ കാര്യം നീ കേട്ടോ? അവനോട് പറയാ ഉള്ളതെല്ലാം വിറ്റിട്ട് ആർക്ക് കൊടുക്കാൻ പറഞ്ഞു? ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ എന്നാതിനാടാ വള്ളവും വലയും ഒക്കെ വിട്ടിട്ട് യേശുവിൻ്റെ പുറകെ വന്നത്? ആമേൻ. ഇതിന്ന് ചോദിച്ചിട്ട് കാര്യം. ആരൊക്കെ പറഞ്ഞു? ഈ 12 പേരും കൂടെ ഒരു സമ്മേളനം നടത്തി. ഇന്ന് യേശുവിനോട് ചോദിക്കണം, നമുക്ക് എന്ത് കിട്ടും? ഇത് ചോദിക്കാമെന്ന ആൾക്കാർ ഇതിനകത്ത് കാണും. ചോദിച്ചാലേ വല്ല തരാനുണ്ടെങ്കിൽ കർത്താവ് തരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇത്രയും കാലമായി 3.5 വർഷമായി നിന്റെ പുറകെ നടക്കുന്നു, ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഇത് ഒരാളിൻ്റെ ചോദ്യമല്ല, 12 പേരുടെ ചോദ്യമാണ്. പക്ഷെ ചോദിച്ചത് ഒരാളാണ്, അത് പത്രോസ്. കാരണം പുള്ളി ഇതിൻ്റെ നടുവിൽ ഒരു ഒന്നാമനായി നിൽക്കുവാണ്. എവിടെ ചെന്നാലും പുള്ളി ആദ്യം സംസാരിക്കും. അത് പുള്ളിയുടെ ഒരു ശീലമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? പത്രോസിൻ്റെ ഒരു ചിലത് അങ്ങനെയല്ലേ, നമുക്ക് വാ പൂട്ടി മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. എവിടെ ചെന്നാലും അങ്ങ് സംസാരിച്ചു. ചിലരുടെ ശീലമാണ്, മിണ്ടായിരിക്കാൻ പറഞ്ഞാലും കേൾക്കത്തില്ല. ആമേൻ. ഈ പുള്ളിക്കാരൻ എവിടെ ചെന്നാലും ആദ്യം അങ്ങ് സംസാരിക്കും. ആമേൻ. അത് പുള്ളിയുടെ ഒരു ശീലമാണ്. അടിയെന്ന് പറഞ്ഞാൽ അടി, പിന്നെ സംസാരം എന്ന് പറഞ്ഞാൽ സംസാരം. എന്തുണ്ടെങ്കിലും പുള്ളി ആദ്യം അങ്ങ് ചാടി ഇറങ്ങും. അത് അവൻ്റെ ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നാ ചെയ്തെന്ന് അറിയാമോ? ഈ പുള്ളിക്കാരൻ 11 ശിഷ്യന്മാരും കൂടെ തള്ളിവിട്ട്, യോഹന്നാൻ സുലീഹായും യൂദാ സുലീഹായും ആമേൻ, പിന്നെ ഫിലിപ്പോസും എല്ലാവരും കൂടെ മത്തായിയും കൂടെ പറഞ്ഞ്, പത്രോസ് നീ ചോര്, നീ ആകുമ്പോൾ കുഴപ്പമില്ല, കർത്താവ് അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, തല്ലത്തൊന്നുമില്ല, നിന്നെ കർത്താവിനെ അറിയാം, നീ പണ്ടേ ഇത്തിരി ഉശിരനാണ്. അതുകൊണ്ട് പത്രോസ് ചോദിച്ചു, കർത്താവേ, ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. പത്രോസ് എന്നടാ ചോദിച്ചോട്ടെ മക്കളെ? പത്രോസ് യേശുവിനോട് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ, മത്തായി സുവിശേഷം 19 വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി, 19:27 തോന്നുന്നു വാക്യം. ആമേൻ. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. ഞാനല്ല, പിന്നെ ഞങ്ങൾ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് പത്രോസിന്റെ മാത്രം ചോദ്യമാണോ? ഇല്ല, ഞങ്ങൾ എന്നത് ബഹുവചനമാണ്, 12 പേരുടെയും ചോദ്യമാണ്. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്നിതിനകത്തിരിക്കുന്ന നിങ്ങളും കൂടെ അതിനകത്ത് പെടും. കാരണം ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ ആരൊക്കെയോ ഈ ചോദ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം മറുപടി കർത്താവ് തരാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങൾക്ക് പൈസ വേണം, നിങ്ങൾക്ക് കാറ് വേണം, നിങ്ങൾക്ക് അത് ദൈവത്തിന് അറിയാൻ തരും. പക്ഷെ അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന, അതിനേക്കാൾ വലുത് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം. ആമേൻ. പരിശുദ്ധാത്മാവിന്ന് ഇതിനകത്ത് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വാക്കതാണ്. ആമേൻ. ചെറിയ വാഗ്ദത്തമല്ല, ഇവിടെ നശിച്ചു പോകുന്ന വാഗ്ദത്തം, അത് നശിക്കാത്തൊരു വാഗ്ദത്തം. എത്ര പേർക്കത് വേണം? നശിക്കാത്ത വാഗ്ദത്തം, മണ്ണിൽ ചേർന്ന് പോകാത്തൊരു വാഗ്ദത്തം. ആമേൻ. നമ്മൾ നശിച്ചാലും നശിക്കാത്ത വാഗ്ദത്തം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരമുയർത്തിയൊരു ഹല്ലേലൂയ പറ. അപ്പോൾ പത്രോസ് ഈ 11 പേരെ കൂടെ തള്ളി ഇങ്ങോട്ട് വിട്ട് പത്രോസിന് വിട്ട് ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കും, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ ചെറിയ വള്ളത്തെ എന്ന ഷെഡിൽ കയറ്റി വെച്ചത് വലിയ കപ്പൽ മേടിക്കാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ചില ചെറുതൊക്കെ ചിലതിന് ഷെഡിൽ കയറ്റി വെച്ചിട്ട് യേശുവിൻ്റെ പുറകെ വന്നതിനാ വലിയ കപ്പൽ മേടിക്കാനാണ്. ഈ 3.5 വർഷം ആയപ്പോഴാ ധനവാനോട് പറയുന്നു, പോയി വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഹൃദയത്തിനകത്തൊരു വല്ലാത്ത വേദന. എൻ്റെ പൊന്ന് ദൈവമേ, കപ്പൽ പോയിട്ട് ചൂണ്ടായെങ്കിലും തരുമോ എനിക്ക്? ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ചൂണ്ടായിട്ട് മീൻ പിടിക്കുക. വല ഒതുക്കി വെച്ചിട്ട് പുള്ളി ഇപ്പം ചൂണ്ടായും കൊണ്ട് ഇറങ്ങി. കാരണം അപ്ഗ്രേഡേഷൻ അല്ല, താഴേക്ക് പോവുക പുള്ളി. കണ്ട നാട്ടുകാരെ ഇവിടെ വള്ളവും വലയും വിട്ടിച്ചു പോയപ്പോൾ നീ ഇപ്പം ചൂണ്ടായിലോട്ട് ഇറങ്ങിയോ? അതൊരു മിറക്കലിന് വേണ്ടിയായിരുന്നു എന്ന് മാത്രം. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ പത്രോസ്, ആമേൻ, പത്രോസ് ചോദിച്ചു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇത്രയും ചോദ്യം കർത്താവ് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തു കൊടുത്തൊരു മറുപടി, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം 100 മടങ്ങ് മടക്കി തരും. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ പ്രതിഫലം എത്ര മടങ്ങി മടക്കി തരും? 100 മടങ്ങ് മടക്കി തരും. ഇന്ന് പകൽ നഷ്ടം സഹിച്ചവരോട് സ്വർഗം ഇന്ന് പകൽ ഇതിനകത്ത് മറുപടി പറയുന്നു, ഒന്നും കിട്ടാതിരിക്കത്തില്ല. സ്വർഗം നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു, 100 മടങ്ങ് മടക്കി തരും. ഹല്ലേലൂയ. ചിലത് നഷ്ടപ്പെടുത്തിയവർക്ക് 100 ഉണ്ട്, ഒന്നും നഷ്ടപ്പെടാത്തവർക്ക് എന്തുണ്ട് എനിക്കറിയില്ല സിസ്റ്ററെ. 1 കൊടുത്തവൻ എത്ര കിട്ടും? അതിൻ്റെ 100.
ഒന്നും കൊടുക്കാത്തവൻ എത്ര കിട്ടും? അത് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ കണക്ക് കണ്ടുപിടിച്ചോ. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. ചിലതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരുടെ കർത്താവ് പറയുന്നു, ഞാൻ അവന് 100 മടങ്ങായി പ്രതിഫലം കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വീട് കൊടുക്കാന്നും കാറ് കൊടുക്കാന്നും കർത്താവ് അവർക്ക് വാഗ്ദത്തം കൊടുത്തു. ഞാൻ അരിച്ചു പറക്കി നോക്കിയപ്പോ ഇവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. അതെന്നാന്നറിയാമോ? ആ വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കിടക്കുന്നു ഒരു ചെറിയ കാര്യം. ഒന്ന് വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി, ആമേൻ, അതിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം, 4-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ തന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കരമുയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞ്. യേശുവിന്റെ പുറകെ നടന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ച പത്രോസിനോട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരികയാണ്. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇവിടത്തെ മണ്ണല്ല, ഇവിടത്തെ വീടല്ല, ഇവിടത്തെ പ്രോപ്പർട്ടി അല്ല, ഇവിടത്തെ ജോലിയല്ല, ഇവിടത്തെ വെള്ളി നാണയമോ സ്വർണ്ണ നാണയങ്ങളല്ല. ഉയരത്തിൽ നിന്നൊരു വാഗ്ദത്തം നിങ്ങൾക്ക് വരും. എത്ര വരുന്ന രാത്രി ഇന്ന് പകൽക്കാലം ഈ വാക്കിൽ വിശ്വസിക്കാൻ റെഡിയാണ്? പരിശുദ്ധാത്മ പറയുന്നു, യമൻ നശിച്ചു പോകാത്തൊരു വാഗ്ദത്തം, തകർന്നു പോകാത്തൊരു വാഗ്ദത്തം ഇന്ന് ഉയരത്തിൽ നിന്ന് പിതാവ് നിങ്ങൾക്ക് കൈമാറാൻ താല്പര്യപ്പെടുന്നു. വിശ്വസിക്കുന്നവരുണ്ടോ? കരമടിച്ച ദൈവത്തിന് നന്ദി പറയട്ടെ. Yes, in the mighty name of Jesus. റീമാന ഷെക്കേനിയ റീബൽ കമനഗഡഗ ശന്തൽ പ്രൗഢി വിരികഡഗസെ. ഇന്ന് പകല മകത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കട്ടെ. റിബല ഹദല ജലഗഡഗ റക്ഷസ് കമനഗഡഗസെ. പരിശുദ്ധാത്മാവേ ഇന്ന് പകല മകത്വം ഇറങ്ങട്ടെ. അപ്പൊ അതെന്താ ഈ വാഗ്ദത്തം? വചനം പറയുന്നു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി യെരൂശലേം വിട്ടു പോകാതെ കാത്തിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഒന്ന് കാത്തിരിക്കണം. എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കാത്തിരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? അതിനാണ് നമുക്ക് പലപ്പോഴും പറ്റാത്തത്. വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. സെക്കൻഡ് സാറ്റർഡേ വന്നാൽ സെക്കൻഡ് സാറ്റർഡേ കിട്ടണം. എനിക്കറിയില്ല കർത്താവ് എങ്ങനെ തരുമെന്ന്. ഹല്ലേലൂയ. 2024 വേണമെന്ന് പറഞ്ഞ് 24 വേണം. അത് നമ്മുടെ ശാഠ്യമാണ്. പിന്നെ കർത്താവ് എപ്പോഴാ തരുന്നത് നമുക്കറിയത്തില്ല. കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞു. പക്ഷെ യേശു ക്രൂശീകരണം കഴിഞ്ഞ് പുനരുത്ഥാനം കഴിഞ്ഞ് യേശു വന്നിട്ട് ഈ പ്രിയപ്പെട്ട പത്രോസിനോട് ശിഷ്യന്മാരോടും പറയുക, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം ഇപ്പൊ തരാൻ പറ്റത്തില്ല, കാത്തിരിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? യേശു അല്ലേ മുന്നിൽ നിൽക്കുന്ന? കൊടുത്തോ പോരായിരുന്നോ? തമ്പുരാൻ പറഞ്ഞു പറ്റത്തില്ല, കാത്തിരിക്കണം. ഇനി ഈ വർത്തമാനം പറഞ്ഞത് കർത്താവ് 40 ദിവസത്തോളം ഭൂമിയിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 500 പേരോട്, 500 പേർക്ക് പ്രത്യക്ഷനായെന്ന പഠനങ്ങൾ പഠിപ്പിക്കുന്നത്. 500 പേരോളം പേർക്ക് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത് വെറും 120 പേരാ. കേൾക്കാൻ ആള് കൂടുതലുണ്ടായിരുന്നു, കാത്തിരിക്കാൻ ആള് കുറവാ. എത്ര പേർക്കത് പിടിയിട്ടേ? ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, തൃശ്ശൂർ ജില്ലക്കകത്ത് കേൾക്കാൻ ഒരുപാട് പേര് കാണും, പക്ഷെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ഈ 12-ാമത്തെ മാസത്തിൽ ഇതിനകത്ത് വന്ന ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ചില വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്നെ സ്വർഗം കാണുന്നു. ഇന്ന് പകലിൽ എന്റെ ദൈവം ചില വലിയ പ്രവൃത്തികൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം ശക്തൻ. യെസ്, വിശ്വസിക്കുന്നവർ ആ ദൈവത്തെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. നിന്റെ കൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ദമന
യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ കാണുകയാണ്. ഇതിനകത്ത് വൈഡാബാല ശന്തൽ കമനഘടകസെ ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് നിറവേറപ്പെടാൻ സമയമായി. ആമേൻ. എവിടേക്ക് തടഞ്ഞു കിടക്കുന്നത്, എവിടേക്ക് മുടങ്ങി കിടക്കുന്നത്, കാത്തിരിക്കുന്ന ചിലരോട് ആത്മാവിന്ന് ദൂത് പറയുന്നു. ചില വാഗ്ദത്തങ്ങൾ നീ പ്രാപിക്കാൻ സമയമായി. 12ാമത്തെ മാസം തീരുന്നതിന് മുൻപ് ആത്മാവിൽ ഞാൻ അത് ഡിക്ലെയർ ചെയ്യുന്നു. ചിലരുടെ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ സ്വർഗം തരും തരും തരും. ചിലതൊക്കെ നീ പ്രാപിക്കേണ്ട സമയം, ചിലതൊക്കെ നീ പ്രാപിക്കേണ്ട സമയം, ചിലതൊക്കെ നീ പ്രാപിക്കേണ്ട സമയം. യേശുവിന്റെ നാമത്താൽ ജയം. ദൈവം നിന്നോട് പറഞ്ഞത് അധികം നീണ്ടു പോകത്തില്ല. അതേ ദിവസങ്ങളിൽ നിന്റെ മേൽ വരാൻ പോവുകയാ. വൈഡാമാന ശന്തൽ ഖമന വൈശസ് ലൗഡിബിരികടകസി. ആമേൻ. കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. 500ഓളം പേർക്ക് എന്റെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കൂടിയിരുന്നിടത്തൊക്കെ കർത്താവ് പറഞ്ഞത് കാത്തിരിക്കുക, കാത്തിരിക്കുക, കാത്തിരിക്കുക. ആമേൻ. ഇനിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ജീവിച്ചിരുന്ന സമയത്ത് യേശു നിന്നെടുത്ത 10,000ങ്ങളും 20,000 വന്നുകൂടി. പക്ഷെ പുനരുത്ഥാനം ചെയ്ത് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ പലരോടും പറയുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നുകൂടിയവരുടെ എണ്ണം ഏകദേശം 500ഓളം പേർ മാത്രമായിരുന്നു. എന്നാൽ യേശു സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഗ്ദത്തം പ്രാപിക്കാൻ വെയിറ്റ് ചെയ്തത് 120 പേരാ. ഹല്ലേലൂയ. എന്നതാ, എത്ര പേരാ? 120. വലിയ സംഖ്യയൊന്നും ചിലപ്പോൾ കാണത്തില്ല. 1000ങ്ങൾ കൂടി വന്ന സ്ഥലത്ത് വാഗ്ദത്തത്തിന് വേണ്ടി ആമേൻ അത് വെയിറ്റ് ചെയ്ത് എത്ര പേരാ? 120. അവര് പറഞ്ഞു യെരൂശലേമിൽ ഉത്സവം നടക്കുക. അപ്പൊ 500ഓളം പേര് കേട്ടതാ. ബാക്കി 380 പേര് എവിടെ പോയി? എന്റെ ഭാഷയെ പറയാം, യെരൂശലേമിലെ ഉത്സവത്തിൽ കയറി. 120 പേര് എവിടെ കയറി? അവർ മർക്കോസിന്റെ മാളിക മുറി കയറി. ബാക്കിയുള്ളവരെല്ലാം വെളിയില. ആമേൻ. ഇന്ന് പകൽക്കാലം ഇതിനെ കേൾക്കുന്ന ദൈവമക്കളെ, വാഗ്ദത്തത്തിന് വേണ്ടി ആമേൻ കാത്തിരിക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് 120 പേര് സ്ത്രീകളും പുരുഷന്മാരുമായി അപ്പോസ്തലന്മാരായ ഈ ശിഷ്യന്മാരുമായി ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിക്കുമ്പോൾ 50ാമത്തെ ദിവസം ബൈബിൾ പറയുന്നു, അവർ ഇരുന്നിരുന്ന വീട് മുഴുവന് നിറയ്ക്കുമാറ് ഉയരത്തിൽ നിന്ന് ഒരു കൊടിയ കാറ്റ് അവരുടെ മേൽ വീശപ്പെട്ടു. യെസ്, ബൈബിൾ പറയുന്നു, അഗ്നി ജ്വാലകൾ പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവരുടെ മേൽ പ്രത്യക്ഷപ്പെട്ട പതിഞ്ഞതുപോലെ ഇന്ന് പകല് ചില വാഗ്ദത്തത്തിന്റെ ശക്തി ഈ മാസത്തിന്റെ ഈ ആണ്ടിന്റെ അവസാനത്തെ മാസത്തിൽ ദൈവം നിങ്ങളുടെ മേൽ ഇട്ടുതരിക. വിശ്വസിക്കുന്നവർ ഈ പകൽക്കാലം സ്വീകരിക്കട്ടെ. ഈ ദൈവ ശക്തി സ്വർഗം കൈമാറുന്നു. Receive them. Fire of God. എന്തോ ചിലത് ഈ മാളിക മുറിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. ആമേൻ. ഈ വർഷം ഈ മീറ്റിംഗ് നിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമാകട്ടെ. ഈ ആണ്ട് ഈ ആമേൻ മീറ്റിംഗ് നിന്റെ ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങൾ പിടിക്കുന്ന ഒരു മീറ്റിംഗ് ആകാൻ പോവുകയാണ്. ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില വ്യക്തികളുടെ മേൽ ചില വാഗ്ദത്തങ്ങൾ നിന്റെ കരത്തിലേക്ക് തൊടുക. അസാധാരണ തീ ചില ശരീരങ്ങളെ തൊടുന്നു. ദൈവാത്മാവ് തൊടുക. ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ ചില ശരീരങ്ങളുടെ മേൽ പകരുന്നു. In mighty name of Jesus. Libana hadara janagadaga riga shamanagadaga വൈശസ് പ്രൗഢിപിരികടകസെ ആത്മാവ് ഇന്ന് പകൽ വ്യക്തമായി ഇതിനകത്ത് സംസാരിക്കുന്നു. ചില വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ വെളിപ്പെടുന്ന സീസണാണിത്. വെളിപ്പെടുന്ന സീസൺ.
Laba sharatara kamanashe riba lahatna rakshas katheri biyamtheniya riba laba siyadhana riba shamanagadaga shandal kamanagadaga കഴിഞ്ഞ ആണ്ടുകളിൽ കഴിഞ്ഞ നാളുകളിൽ നിന്നോട് പറഞ്ഞത് എൻ്റെ ദൈവത്തിന് ഓർമ്മയുണ്ട്. കാത്തിരിക്കുന്നവന്റെ കയ്യിൽ, കാത്തിരിക്കുന്നവന്റെ വീട്ടിൽ, കാത്തിരിക്കുന്നവന്റെ റൂമിൽ സ്വർഗമത് കൈമാറുന്ന പകൽ, സ്വർഗമത് കൈമാറുന്ന പകൽ. വിശ്വസിക്കുന്നവരുടെ മേൽ come on, take that. Yes, the power of Holy Spirit. Oh, Rabashe Rika Bashakeni. Fire up. ഓ, മകത്വം തൊടട്ടെ, മകത്വം തൊടട്ടെ, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. അടക ലബസിയാന്തന റീഗ ക്ഷമനഗഡഗസി വൈഡ പ്രൗഢിബിരിഗഡഗസി അൽ പ്രൗഢ പ്രൗഢമനഗഡഗസി. യേശുവേ, നിന്റെ മകത്വം ഇറങ്ങട്ടെ, നിന്റെ മകത്വം ചലിക്കട്ടെ കർത്താവേ. ലബബന ശിഖിറിയംതേനി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വാഗ്ദത്തം കേട്ട പലരും യെരൂശലേമിന്റെ ഉത്സവത്തിലേക്ക് പോയി. പക്ഷേ ഉത്സവത്തിൽ പലരും നിൽക്കുമ്പോ ബൈബിൾ പറയും 120 പേര് കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കണോ? കാത്തിരുന്നേ മതിയാകത്തുള്ളൂ. ഇതുവരെയും കേട്ട വാഗ്ദത്തം നിന്നിൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവി ശനിയാഴ്ച നിങ്ങളോടൊരു ദൂത് പറയുക. കാത്തിരിക്കുന്നവൻ വാഗ്ദത്തം പ്രാപിക്കും. കാത്തിരിക്കുന്നവൻ വാഗ്ദത്തം പ്രാപിക്കും. കാത്തിരിക്കുന്നവൻ വാഗ്ദത്തം പ്രാപിക്കും. ഇത് സ്പെഷ്യലായി ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഈ ശേഷിക്കുന്ന ദിവസങ്ങൾ മതി നിന്റെ ജീവിതം മാറി മറിയാൻ. സിസ്റ്ററെ, ആത്മാവ ദൂത നിന്നോടായി പറയുന്നു, കാത്തിരിക്കുന്ന ചിലര് വാഗ്ദത്തം പ്രാപിക്കാൻ പോവുക. നിന്റെ വീട്ടിൽ ചിലതൊക്കെ റിലീസ് ആകാൻ പോവുക. Oh, Rabashakenia, Riga Shamanagadagas. Yes, 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 yes. Take it the glory in the name of Jesus. A Magatotinde Shakti. Tina Sharirangal Mil. Velipadan Bogia, Velipadan Bogia. Oh, fire up. Labashakeri Yamtana. Riga Shamanagadagas. Atma Sanijam Idinagata Toduga, Tina Sharirangal Mil. Helikariam. Asaparanavaya Deva Sanidya. In the Pagan Ningadamel, Velipadan Bogundo. Ribana Hadal Kamanagadaga. Vaishas Proudi. Rakshas Kamanagadaga. Amen. Hallelujah. Glory to Jesus. വാസ്തവമായിട്ട് ഞാൻ പറയാം, കാത്തിരിക്കുന്നവന്റെ മേൽ വാഗ്ദത്തം ഇറങ്ങി വരാൻ പോവാ. പത്രോസേ, എന്തിനു വേണ്ടി നീ കാത്തിരുന്നത്? മർക്കോസിന്റെ മുറിയിൽ അതിന്റെ പ്രതിഫലനങ്ങൾ വേദപുസ്തകം അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആ വീട് മുഴുവനും അടിച്ചു. ആ വീട്ടിനകത്ത് നിറഞ്ഞു. അവർ തീയുടെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ പതിഞ്ഞു. അന്യഭാഷകളിൽ സംസാരിച്ചു. അതുവരെ പ്രസംഗിക്കാത്തവർ അന്ന് പ്രസംഗിച്ചു. അന്ന് കൂട്ട സ്നാനം നടന്നു. ഇന്ന് ആത്മാവിൽ ഞാൻ പറയാം, വാഗ്ദത്തം, ദൈവം കൊടുത്ത വാഗ്ദത്തം ദൈവത്തിന്റെ ശക്തിയായിരുന്നു. ഇന്ന് പകൽ നീ നശിച്ചാലും ദൈവിക വാഗ്ദത്തത്തിലൂടെ നിന്റെ മേൽ പകരുന്ന ദൈവശക്തി നശിക്കുകയില്ല. വിശ്വസിക്കുന്ന ആളുണ്ടോ? ആത്മാവ് ശക്തമായി നിന്നോട് പറയുന്നു, നശിക്കാത്ത ദൈവശക്തി, നശിക്കാത്ത ദൈവ സാന്നിധ്യം. നീ നശിച്ചു പോയാലും ഈ സാന്നിധ്യം നിന്നെ വിട്ട് മാറുകയില്ല. ഇന്ന് ആരുടെയൊക്കെ ഉള്ളങ്ങളിൽ ആ മകത്വം നിറയാൻ പോവുകയാണ്. വെള്ളിക്കും പൊന്നിനും വേണ്ടി കാത്തിരുന്ന സമയമുണ്ടായിരുന്നു പത്രോസിന്. പക്ഷെ മർക്കോസിന്റെ മാളിക മുറി അത് തിരുത്തി. ഇപ്പൊ പത്രോസ് പറയുക, വെള്ളിയെക്കാളും പൊന്നിനെക്കാളും വിലപിടിപ്പുള്ള ഒരു വാഗ്ദത്തം, ഒരു അത്യന്ത ശക്തി എന്റെ അകത്ത് സ്വർഗം നിറച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ ആ മകത്വം ഇതിനകത്ത് സ്വീകരിക്കാൻ പോകുകയാണ്. ഓ,
ചിലത് ദൈവം നിറയ്ക്കട്ടെ. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? നിന്റെ അകത്ത് പകരുന്ന വാഗ്ദത്തത്തിന്റെ ശക്തിയുണ്ടല്ലോ, ആമേൻ, അത് അത്യന്ത ശക്തിയാണ്. പകരുന്നത് മൺകൂടാരത്തില. ദൈവത്തിനറിയാം തകരുന്ന കൂടാരമാണ്, പക്ഷേ ശക്തി തകരുകയില്ല. ഇതിന് വീടിനേക്കാൾ വലിയ വിലയുണ്ട്, കാറിനേക്കാൾ വലിയ വിലയുണ്ട്, സമ്പത്തിനേക്കാൾ വിലയുണ്ട്. ഈ അത്യന്ത ശക്തിയാ നിന്റെ വാഗ്ദത്തം. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, ഈ ശക്തി നിന്റെ വാഗ്ദത്തമായി നിന്റെ കയ്യിലേക്ക് വന്നാൽ, വാസ്തവമായിട്ട് ഞാൻ പറയാം, കാർ ഉണ്ടാകുന്നതിനേക്കാൾ സന്തോഷം, വീടുണ്ടാകുന്നതിനേക്കാൾ സന്തോഷം നിന്റെ ജീവിതത്തിൽ ഇത് മുഖേന നിനക്ക് ലഭിക്കാൻ പോകുക. ആമേൻ. കാറിനും വീടിനും വെള്ളിക്കും പൊന്നിനും ചെയ്യാൻ കഴിയാത്തത് ഈ വാഗ്ദത്തത്തിന്റെ ശക്തി കൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാൻ പോകുക. ഞാന് ഈ ദൈവശക്തിക്ക് ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങൾ നശിച്ചാലും ദൈവശക്തി നശിക്കുകയില്ല. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഞാനതിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോയാലും ദൈവശക്തി നിങ്ങളെ വിട്ടു പോകത്തില്ല. ആമേൻ. എലീഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എലീഷ അല്ലേ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന എലീഷ പ്രവാചകൻ. ഏലിയാവിൻ്റെ പുറകെ നടക്കുക പുള്ളി. ഏലിയാവിൻ്റെ പുറകെ നടക്കുന്ന ഈ പുള്ളിക്കാരൻ ഒരു ദിവസം സഹിയിട്ട് ഏലിയാവ് ചോദിച്ചു, എന്തിനാണ് നീ എൻ്റെ പുറകെ നടക്കുന്നത്? പുള്ളി പറയുക, ഞാൻ വിട്ടുപോകത്തൊന്നുമില്ല, യജമാനൻ എവിടെ പോയാലും ഞാൻ യജമാനൻ്റെ കൂടെ വരും. പല സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. പുള്ളി പറയും, ഞാൻ വിടുകയില്ല, യഹോവയാണ്, ജീവനാണ്, ഞാൻ നിന്റെ പുറകെ വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പുറകെ വരും. ഇങ്ങനെ പുറകെ നടന്നവർ യോർദാൻ്റെ അക്കരെ എത്തി. യോർദാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏലിയാവും എലീശയും മാത്രം ഉണ്ട്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. അവരൊക്കെ അക്കരെ നിൽക്കുക. പെട്ടെന്ന് ചോദിച്ചു, പറ, നീ ഇനി പറ, നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നേ? പെട്ടെന്ന് എലീശ ഏലിയാവിനോട് പറഞ്ഞൊരു വാക്കിതാണ്, വേറൊന്നും എനിക്ക് വേണ്ട, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, വില പിടിപ്പുള്ളത് എന്തെന്ന് എലീശയ്ക്കും പിടികിട്ടി. ഈ ശനിയാഴ്ച ഇതിനകത്തും അത് പിടികിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളിയെക്കാളും പൊന്നിനെക്കാളും ചോദിക്കേണ്ട ദൈവത്തോട്, ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഗ്ലോറി അല്ലേ? ഇത് എലീശ മേടിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്ക് എന്ത് കിട്ടും? നീ ചോദിച്ച ഇരട്ടി അഭിഷേകം നിനക്ക് ലഭിക്കും. പുള്ളി അന്ന് മുതൽ ഉറക്കവും കൂടെ നഷ്ടപ്പെട്ടു. കാരണം ഇനി കണ്ടാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഉറങ്ങാനും പറ്റിയിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഇങ്ങനൊക്കെ കാത്തിരുന്നാൽ ചിലതൊക്കെ പ്രാപിക്കാൻ പറ്റുന്നേ. ചില വാഗ്ദത്വങ്ങൾ കൈ വരണമെങ്കിൽ ഇതുപോലെ നടക്കണം, ഇതുപോലെ ഇരിക്കണം, ഇതുപോലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ സമയം ചെലവിടണം. എങ്കിലേ ചില വാഗ്ദത്വങ്ങൾ നിന്റെ കൈക്കുള്ളിലേക്ക് വരികയുള്ളൂ. വെള്ളിയേക്കാൾ വിലമതിക്കുന്ന, പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ചില വാഗ്ദത്വങ്ങൾ ഈ സീസണിൽ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ തയ്യാറാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ ശനിയാഴ്ച അത് നീ പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എലീശ ഈ ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ചു. എലീശയുടെ ശുശ്രൂഷ ചെയ്തു. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, എലീശയുടെ കാലം കഴിഞ്ഞപ്പോൾ എലീശ മരിച്ചു അല്ലേ? എല്ലാ ശുശ്രൂഷന്മാർക്കും ഒരു മരണം ഉണ്ടല്ലോ, ജനിച്ച എല്ലാവർക്കും എന്തുണ്ട്? മരണമുണ്ട്. എലീശ മരിച്ചു. എലീശ മരിച്ചു കഴിഞ്ഞപ്പോൾ എലീശയെ ഒരു ഗുഹയ്ക്കകത്ത് അടക്കം ചെയ്തു. അന്ന് കുഴി വെട്ടിയിട്ടല്ല, ഗുഹയിലാണ് അടക്കം ചെയ്തത്. യേശുവിൻ്റെ കല്ലറയ്ക്ക് അങ്ങനെ ആയിരുന്നല്ലോ, ഗുഹ. ആമേൻ. പാറയിൽ തീർത്ത ഒരു ഗുഹയ്ക്കകത്ത് എലീശ എന്ത് ചെയ്തു? അടക്കം ചെയ്തു. അപ്പോൾ 5-8 മാസമൊക്കെ ആയപ്പോൾ മാംസം എല്ലാം എന്ത് ചെയ്തു? ദ്രവിച്ചു പോയി. ആമേൻ. പിന്നെ ആകെയുള്ളത് അസ്ഥി മാത്രമാണ്. ഒരു 5-8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തേ കാണത്തുള്ളൂ? അസ്ഥി മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം കൃമി കൊണ്ടുപോകും. ആമേൻ. ഒരു വർഷം കഴിഞ്ഞ്, എലീശ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് എലീശയുടെ നാട്ടിൽ വേറൊരു സമീപവാസി മരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഈ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനെ അടക്കം ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം കൂടെ പെട്ടിക്കകത്ത് വെച്ചിട്ട്
ഒരു 5-8 പേർ ചേർന്ന് ഈ മനുഷ്യനെ തോളിലെടുത്തിട്ട് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നെന്ന് പറഞ്ഞ് പാടി എന്ത് ചെയ്തു, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. മനോഹരമായിട്ട് ആ പാട്ടൊക്കെ പാടി അവർ ആ സ്ഥലത്ത് സെമിട്രിയുടെ അടുത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ അവർ ദൂരെ നിന്ന് വേറൊരു കാഴ്ച കണ്ടു. ഇവരങ്ങോട്ട് കുറച്ച് പേരുണ്ട്. സെമിട്രിയിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകത്തില്ലല്ലോ. ഒറ്റയ്ക്ക് പോവോ? ഇല്ല. അവർ പെട്ടി ചുമക്കാനും 5-8 പേരുണ്ട്. പിന്നെ കൂടെ കരയാനും കൂടപ്പിറപ്പുകളും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടെ ചേർത്തൊരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടെ ഒരു ഗ്യാങ്ങായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് വേറൊരു പാട്ട് ഇങ്ങോട്ട് വരുന്നു. അവർ സൂക്ഷിച്ചു നോക്കി മനസ്സിലായി, ആ വരുന്നത് വിലാപയാത്രയല്ല, ആ വരുന്നത് യുദ്ധത്തിനുള്ള സൈന്യമാണ്. ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു മോവാബ് സൈന്യം വരുന്നു. ഈ ചുമട്ടുകാർ ഈ പെട്ടിയും വെച്ച് ചുമന്ന സമയമാം രഥത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നില്ലേ, ഇവന്മാർ പാട്ടങ്ങ് നിർത്തിയേച്ച് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അവന്മാർ നമ്മളെ എടുത്തു വെച്ച് പാടും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ആമേൻ, അടക്കമൊന്നും നടക്കത്തില്ല. അടുത്ത് കണ്ട ഗുഹയിലേക്ക് ഈ ശവശരീരത്തെ വലിച്ചെറിഞ്ഞു. ആ ഗുഹ ആരുടെ ഗുഹയായിരുന്നു അറിയും? 1 കൊല്ലം മുമ്പ് ഒരു മനുഷ്യനെ അടക്കിയ ഗുഹയായിരുന്നത്. ആയത് മനുഷ്യൻ എലീഷയുടെ ഗുഹ കണ്ടു. അതിൻ്റെ മൂടി അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ആരാന്ന് പോലും നോക്കാതെ ഈ ഡെഡ് ബോഡിയെ വലിച്ച് അകത്തിട്ടിട്ട് ഇവര് തിരിഞ്ഞോടി. കാരണം ഇനി നിന്നാൽ എന്ത് ചെയ്യും? യുദ്ധം വരുന്നു, ഞങ്ങളെ കൊന്നുകളയും. പക്ഷെ സത്യം പറയാമല്ലോ, ആമേൻ, ഈ ഡെഡ് ബോഡി ചെന്ന് അകത്തങ്ങ് വീഴുന്നത് എവിടാ? ചില അസ്ഥി കഷ്ണങ്ങളുടെ മുകളിലാ. അസ്ഥിയെ തൊട്ടൊപ്പം ബൈബിൾ പറയുന്നു ഡെഡ് ബോഡി എഴുന്നേറ്റ് നിന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നീ നശിച്ചാലും നശിക്കാത്തൊരു ദൈവശക്തി ഇന്ന് പകൽ നിന്റെ അകത്തൊരു വാഗ്ദത്തമായി ദൈവം വിട്ടു തരാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ ഈ പകലത് പ്രാപിക്കട്ടെ. എവിടേക്ക് മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാ. അസാധാരണമായ ദൈവശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ സ്വർഗം കൈമാറും. ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ താൻ നിൽക്കുന്ന ഒരു ഗുഹയ്ക്കകത്ത. ഇതാരാടാ അപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്നേ? പുള്ളിക്കാരൻ ചുറ്റും നോക്കി, ഒന്നും മനസ്സിലായില്ല. കുറച്ച് അത്തി കഷ്ണങ്ങൾ. പുള്ളി അവിടെ നിന്ന് പേടിച്ച് പുറത്തേക്ക് ഓടി വന്നപ്പോൾ തൻ്റെ നാട്ടുകാർ മുമ്പേ ഓടുക, പുള്ളി പുറകെ ഓടുന്നു. ഇനിയത്തെ കാര്യം ഭയങ്കര രസവഹമാണ്. ഈ ഓടുന്നവൻ പുറകെ നോക്കുകയാണ്. ആരെയെ നോക്കുന്നേ? യുദ്ധത്തിനുള്ളയാള്. പക്ഷെ അവന്മാർ അടുത്ത് നോക്കിയപ്പോൾ ആരെ കണ്ടു? ശവം തേണ്ടേ പുറകെ വരുന്നു. ഈ ഓടിയന്മാരുടെ സ്പീഡോ ഒരു ഹല്ലേലൂയോടെ പറഞ്ഞില്ല നിങ്ങൾ? ഏതായാലും അമ്മ രക്ഷപ്പെട്ടു, അത് മതി. ആ പുള്ളി എഴിച്ചുകൊണ്ടല്ലേ നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നേ? എഴിക്കാതിരുന്നെങ്കിൽ ആരെങ്കിലും എഴുതുമായിരുന്നോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു വാഗ്ദത്വത്തിന്റെ ശക്തിയുണ്ട്. അത് നമ്മൾ മണ്ണോട് ചേർന്നാൽ ആ മണ്ണിലും ആ ശക്തിയുടെ വ്യാപാരം ചലിക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്റെ വാഗ്ദത്വം ഇതാണ്. നശിക്കുന്ന മണ്ണോ വീടോ കാറോ വെള്ളിയോ പൊന്നോ അല്ല, അതിനേക്കാൾ വലിയ നശിക്കാത്ത ഒരു വാഗ്ദത്വം ദൈവം നിന്റെ മേൽ കൈമാറട്ടെ. ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വാഗ്ദത്വമായി ലഭിച്ചാൽ പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ വാഗ്ദത്വം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ ഗതി തന്നെ തിരിയും. നമ്മുടെ ലൈഫ് മാറും. ചില ചേഞ്ചുകൾ സംഭവിക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പിടിയിട്ടെന്ന് എനിക്കറിയത്തില്ല. പത്രോസേ, വള്ളവും വലയും കൊണ്ട് നീ നടക്കുന്നെങ്കിൽ നത്തോലി പിടിച്ച് ഉച്ചത്തെ കാര്യം നടന്നേനെ. പക്ഷെ വാഗ്ദത്വത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ നീ മാത്രമല്ലട രക്ഷപ്പെടുന്നേ, വഴിയരികിലിരിക്കുന്ന പല ഭിക്ഷക്കാരും പല മുടന്തന്മാരും അവർ ദൈവരാജ്യത്തിന്റെ അകത്ത് നടന്നും തുള്ളിയും കൊണ്ട് കയറാൻ പോവുകയാ. ഇന്ന് പകൽ ചിലതൊക്കെ വിടുവിക്കപ്പെടാൻ നിന്റെ മേൽ വാഗ്ദത്വത്തിന്റെ ശക്തി ദൈവം ഇടാൻ പോവുകയാ. അവിടേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, വാഗ്ദത്വത്തിന്റെ ശക്തി, അത്യന്ത ശക്തി നിന്റെ മേൽ പകരാൻ ദൈവം തയ്യാർ. ഹല്ലേലൂയ. വാഗ്ദത്വത്തിന്റെ ശക്തി. അല്ല, ഞാൻ പറഞ്ഞ രാശി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? വെള്ളിയോ പൊന്നോ ആയിരുന്നെങ്കിൽ 2 പിച്ചക്കാരന് കൊടുക്കുമ്പോൾ സാധനം തീർന്നേനെ. പക്ഷേ അത്യന്ത ശക്തി തൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. താൻ മർക്കോസിന്റെ മാളിക മുറിയിലിരുന്ന് കാത്തിരുന്ന് നേടിയത് ഒരു അത്യന്ത ശക്തിയാണ്.
യേശുക്രിസ്തു പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം അത് ശക്തിയാണ്, അത് ശക്തിയാണ്. ഇത് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങൾ മാറും. പിന്നെ ആരുടെ മുൻപിലും നീ തലകുനിക്കേണ്ടി വരികയില്ല. ഇന്ന് പക ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ മേലൊരു വാഗ്ദത്തമായി വീണിട്ടുണ്ടെങ്കിൽ നീ സമ്പത്തിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരത്തില്ല, നീ ബാധ്യതകളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരത്തില്ല, നീ പ്രശ്നങ്ങളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരത്തില്ല. ആത്മാവ് ഇന്ന് പകലിൽ അദ്ഭുതത്തിനകത്ത് പറയുന്നു, നീ തലകുനിക്കേണ്ടി വരത്തില്ല. ഈ വാഗ്ദത്തത്തിന്റെ ശക്തി നിനക്കൊരു ജയം തരാൻ പോവുകയാ. Wow. Laba Shantana Ribala Hadar Jalagadaga Rakshas Kamanagadaga. In the name of Jesus. ഇത് പ്രാർത്ഥിക്കേണ്ട സമയം. ദൈവാത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് നിങ്ങളോട് പറയുന്നു, ചില വാഗ്ദത്തം നിവർത്തിയാകേണ്ട സമയം, ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകേണ്ട സമയം. എത്ര പേർ ആഗ്രഹിക്കുന്നു? അവൻ നശിച്ചു പോകാത്ത വാഗ്ദത്തം എനിക്ക് വേണം, നശിച്ചു പോകാത്ത വാഗ്ദത്തം എനിക്ക് വേണം. ഭൂമിയിൽ ആർക്കും കൈയടക്കുവാൻ കഴിയാത്ത വാഗ്ദത്തം എനിക്ക് വേണം, ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയാത്തൊരു വാഗ്ദത്തം എനിക്ക് വേണം. നശിച്ചു പോയാൽ, ഞാൻ വീണുപോയാൽ, നശിക്കാത്തൊരു വാഗ്ദത്തം എന്റെ ഉള്ളിൽ തരണം. ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്ന് നീ പ്രതീക്ഷിച്ചതിലും വലുത് സ്വർഗം നിന്റെ അകത്ത് നിക്ഷേപിക്കാൻ പോവുക. പ്രതീക്ഷിച്ചതിലും വലുത് സ്വർഗം നിന്റെ അകത്ത് നിക്ഷേപിക്കാൻ. Chudabalaba, Shandaradhiana, Regal Kamanagadaga, Shida, Proudy Birigadagase, Atina, Regal Kamana, Vaishas, Proudy Birigadagase, Eh, Shuvindam Namatal Jaya. Hallelujah. Hallelujah. Amen. എന്റെ മേൽ പകരാൻ പോകുന്നത് വാഗ്ദത്തത്തിന്റെ ശക്തി. വെള്ളിയും പൊന്നും അല്ല, അതെന്റെ പുറകെ വരും. വെള്ളിയും പൊന്നും ചോദിച്ചവന് വാഗ്ദത്തത്തിന്റെ ശക്തി കൈമാറിയപ്പോൾ അവന്റെ ജീവിതം സമ്പന്നമായി മാറി. ഇന്ന് നീ ആഗ്രഹിക്കുന്ന നന്മ, നീ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന വീട്, നീ കൊതിക്കുന്ന വാഹനം, നീ കൊതിക്കുന്ന ജോബ്, നീ കൊതിക്കുന്ന സൗഭാഗ്യങ്ങൾ, അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ഇന്ന് നീ റെഡിയാണോ? അത് നിന്റെ മേൽ വന്നാൽ 40 കൊല്ലം ഇരുന്നു പോയ പലതിനെയും നീ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അവൻ ജീവിതത്തിൽ നല്ല ഭാഗം മുഴുവനും ഇരുന്നു പോയ ചിലത് നീ കൈ നീട്ടുമ്പോൾ ചിലതിന്റെ നരിയാണികൾ ഉറപ്പിക്കാൻ പോവുകയാ. ജീവിതത്തിൽ ഇതുവരെ നരിയാണി ഉറയ്ക്കാത്ത ഒരുവന് പത്രോസിന്റെ കൈ തൊടുമ്പോൾ അവൻ നരിയാണി ഉറച്ചെങ്കിൽ ആത്മാവ് ശക്തമായി പറയുന്നു, ഇതിനകത്തെ മഹത്വം നിന്റെ മേൽ. Fire of God. അസാധാരണമായ ദൈവശക്തി ചില വ്യക്തികളുടെ ശിരസ് മുതൽ പാദം വരെ സ്വർഗം കൈമാറട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ ശക്തി നിങ്ങളുടെ മേൽ വരും. ഏതൊക്കെ ശരീരങ്ങൾ ആ ശക്തി അനുഭവിക്കും, ഏതൊക്കെ വ്യക്തികളുടെ മേൽ ആ ശക്തി വെളിപ്പെടാൻ പോവുകയാ. എത്ര പേർക്ക് കൊതിയുണ്ടെന്ന് അതെനിക്ക് വേണം, നശിക്കാത്ത വാഗ്ദത്വം എനിക്ക് വേണം. റെഡിയാണോ? അത് ചില വ്യക്തികളുടെ മേൽ കൈമാറാൻ പോവുക ദൈവം. ഇന്ന് പകലിൽ നശിച്ചു പോകാത്ത വാഗ്ദത്തം സ്വർഗം അത് റിലീസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു ഇംപാർട്ടേഷൻ ദൈവം നിന്റെ മേൽ ഇടുകയാ. Now take it. Fire of God. In mighty name of Jesus. Laba Shekeriantana. Riba Shamanagadagassi. പ്രാർത്ഥിക്കുക സിസ്റ്ററെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില വിടുതലുകൾ അയക്കാൻ പോവുകയാണ്. ഓറിയാന്തേനിയ റീബ ശമനഗഡഗസി വൈഷസ് പ്രൗഢി ബിരിഗഡഗസി. ഓ തൊടുക, ദൈവം തൊടുക, ദൈവം തൊടുക. ഓ തൊടുക, 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 ചിലതിനൊക്കെ തൊടുക. ഓ അസാധാരണമായൊരു തീ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആത്മസാന്നിധ്യം നിന്നിൽ വെളിപ്പെടാൻ പോവുക.
നിന്റെ അകത്ത് ചലിക്കാൻ പോവുക ഒരു അത്യന്ത ശക്തിയുടെ വലിയ പകർച്ച. ഓ നിറയട്ടെ 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 നിറയട്ടെ. നിന്റെ അനുഭവങ്ങൾ മാറാൻ പോവുക. വ്യത്യസ്തമായൊരു സാന്നിധ്യം നിന്റെ അകത്ത് സ്വർഗം നിറയ്ക്കാൻ പോവുക. ശൽമന രഗതന റീബ ശമന ഘടകസി. Now receive the power. നിറയാൻ പോവുക. ലാ ബാ 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 ശൽബാര ധാര റഖലമസി. ഓഫ് മഹത്വത്തിന്റെ കരം ചലിക്കട്ടെ ചലിക്കട്ടെ ചലിക്കട്ടെ. സകല പോരുകളെയും പൈശാചികന്റെ ഇടപെടലുകളെയും ഇപ്പോൾ ശാസിക്കുന്നു. സർപ്പത്തിന്റെ കെട്ടുകൾ സ്പിരിറ്റുകളിൽ അഴിഞ്ഞു പോകുന്നു. വിട് ആ ശരീരം വിട്. സകല ദുർഭൂത കെട്ടുകളെയും ശാസിക്കുന്നു. പാമ്പിന്റെ കെട്ടുകൾ ചില ശരീരങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകുന്നത് അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു. സർപ്പക്കെട്ടുകളൊക്കെ പൊട്ടുന്നു. സർപ്പ സ്പിരിറ്റുകളൊക്കെ അഴിയുന്നു. അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. ആ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. ചില ദുർഭൂത സ്പിരിറ്റുകളെല്ലാം അഴിഞ്ഞു പോകുന്നു. ചില ദുരാത്മ മണ്ഡലങ്ങൾക്ക് ഇനി ഇരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് പരിശുദ്ധാത്മ പറയുന്ന ചില ശരീരങ്ങൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ തടഞ്ഞു വച്ചേക്കുന്ന ചില ശക്തികൾ ശരീരങ്ങളെ വിട്ടുപോവാണ്. ജൂഡബാല ഹദൽ കമന. നിന്റെ സമയമായി. നിന്റെ കാത്തിരിപ്പിനൊരു വിരാമം വരാൻ പോവാണ്. നിന്റെ കാത്തിരിപ്പിനൊരു വിരാമം വരാൻ പോവാണ്. ആത്മാവ് അതിശക്തമായി പറയുന്നു, ചില വിടുതലുകൾ സംഭവിക്കുന്ന സമയമാണിത്. ചില ശരീരങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. വാഗ്ദത്തങ്ങളെ തടയുന്ന ചില ശക്തികൾ ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് മാറുന്നു, ശരീരങ്ങളിൽ നിന്ന് മാറുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോവുകയാണ്. ഇന്ന് പകൽ അത്ഭുതങ്ങളുടെ പകല. Yes, 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 yes. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടാൻ പോവുക. കണ്ണടച്ചിട്ട് യേശുവേ എന്നെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ തൊടാൻ പോവുക. ഓ ചില കെട്ടുകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ. പൊട്ടിമാറ് പൊട്ടിമാറ് പൊട്ടിമാറ്. പൊട്ടിമാറട്ടെ പൊട്ടിമാറട്ടെ. ആ സ്പിരിറ്റുകൾ പൊട്ടിമാറട്ടെ. പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹോളി സ്പിരിറ്റ് ഇന്ന് ചില മിറക്കിളുകൾ ഇതിനകത്ത് സംഭവിക്കുന്നു. ചില മിറക്കിളുകൾ വെളിപ്പെടാൻ പോകുക. അവ തടഞ്ഞു വച്ചേക്കുന്ന ചില സ്പിരിറ്റുകൾ നിങ്ങളുടെ ശരീരപ്പെടുന്നു. വിടുന്നു വിടുന്നു വിടുന്നു. ഈ മാതാവിന് വിടാൻ പോവാ. വിട് വിട് വിട്. പിശാചേ, ഈ മാതാവിന്റെ ശരീരം വിട്ടിട്ട് നീ പോണം, പുറത്തു പോണം. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ 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 വിട്ടുപോ. അത് വിട്ടുപോ. അതൊക്കെ ശരീരങ്ങളിൽ നിന്ന് അത് വിട്ടുപോകുന്നു. ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ. ചില ദുരാത്മക്കെട്ടുകൾ. ഹോളി സ്പിരിറ്റ് പിശാചേ എഴുക്കെ എഴുക്കെ എഴുക്കെ. ശരീരത്തിന്മേൽ അവകാശം പറയുന്ന ചില ദുരാത്മാവിന്റെ സ്പിരിറ്റുകൾ ഞാൻ കൽപ്പിക്കുന്നു. നിനക്ക് ഈ മാതാവിന്റെ മേൽ അവകാശം പറയാനൊന്നുമില്ല. നീ ആര്? പറ, നീ ആര്? നീ പോവറ്റതിന്റെ കാര്യം എന്നാ? നീ എവിടെ പോവില്ലെന്നാ പറയുന്നേ? നീ ആര്? പറയൂ, നീ ആര്?
കൊറേ കാലായി ഈ ശരീരത്തിൽ ഞാൻ കൂടിയിട്ട് ഇനി ഞാൻ പോവില്ല. ഈ പൈശാചിക ശക്തിയോട് ചോദിക്കാൻ നിന്റെ പേരെന്നാ? പറ, നിന്റെ പേര് പറ. പറ പിശാചേ. ഈ മാതാവ് തൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും കേട്ടോ. ഇതുപോലുള്ള ചില സ്പിരിറ്റുകൾ ചില വാഗ്ദത്തങ്ങളെ തടഞ്ഞ് ചില ശരീരങ്ങളെ കെട്ടിയിരിക്കുക. റൈറ്റ് നൗ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. ഇവിടെ ആ സ്പിരിറ്റ് അഴിഞ്ഞു 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 അഴിഞ്ഞു. ഇനി വരരുത് പറഞ്ഞാട്ടോ, വരരുത്, ഇനി വരരുത്. ഫ്രീ ആകട്ടെ. ചില വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി കിടക്കുന്ന സകല സ്പിരിറ്റുകളും പൂർണ്ണമായി ഞാൻ അതിനെ അഴിച്ചുവിടുന്നു. ഹോളി സ്പിരിറ്റ്സ്. അതൊക്കെ ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുക, മഹത്വം വെളിപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു വാഗ്ദത്തങ്ങളെ തടഞ്ഞിരിക്കുന്ന ചില സ്പിരിറ്റുകൾ നിങ്ങളെ വിട്ട് മാറാൻ പോവുക. 2024 നിങ്ങൾ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ തരാതെ പലതും നിങ്ങളിൽ നിന്ന് അകറ്റി വച്ചിരിക്കുന്ന ചില ശക്തികളുണ്ട്. ഈ മാതാവ് പറഞ്ഞു കേട്ടല്ലോ, കുറേ കാലമായി ഞാൻ വന്ന് കയറി, ആമേൻ, ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഇതുപോലെ നിങ്ങൾക്ക് തരത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പല ശക്തികളുണ്ട്. ഇന്ന് ഞാൻ പറയുക, ഈ വാഗ്ദത്വത്തിൽ പ്രാപിച്ച ശക്തിയുടെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതിന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതിനേക്കാൾ വലിയ ശക്തിയാ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഇന്ന് ആ ശക്തി നിങ്ങളെ സ്വാതന്ത്ര്യമാക്കാൻ പോവുകയാ, നിങ്ങളെ വിടുവിക്കാൻ പോവുകയാ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം, ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കും. ശരീരങ്ങൾക്കകത്ത് ഡെലിവറൻസ് നടക്കും. യെസ്, ഹോളി സ്പിരിറ്റ്. ഒരു 5-10 മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. വലിയ വിടുതലുകൾ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കാൻ പോവുക. യേശുവെ എന്നെ തുടർന്ന് എന്നാർക്ക് പറയാൻ പറ്റും? ഈ 12ാമത്തെ മാസം എൻ്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ നടക്കണം. കൊതിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കൊതിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇപ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കാൻ സമയമായി, ചില വിടുതലുകൾ നടക്കാൻ സമയമായി. ചില വിടുതലുകൾ നടക്കാൻ സമയമായി. ദൈവാത്മാവ് അതിശക്തിയോട് പറയുവാണ്, ചില വിടുതലുകൾ നടക്കാൻ സമയമായി. അത്യന്ത ശക്തി വെളിപ്പെട്ടാൽ ഇരുന്നവൻ എഴുന്നേക്കും. അത്യന്ത ശക്തി പാസ് ചെയ്താൽ നരിയാണികളെ ദൈവം ഉറപ്പിക്കും. ദേശത്ത് നിൽക്കാൻ കഴിയാതെ, തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാ, ഉറപ്പിക്കാൻ പോവാ, ഉറപ്പിക്കാൻ പോവാ. ഉറപ്പിക്കാൻ പോവാ. മകത്വം തൊടുക, മകത്വം തൊടുക, 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 തൊടുക. In the mighty power, മകത്വം തൊടുക. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഉറപ്പിക്കാൻ പോവാ. തൊടുക, ദൈവം തൊടുക. ദൈവാത്മാവ് നിങ്ങളെ തൊടട്ടെ. ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുക, സംഭവിക്കാൻ പോവുക. തടഞ്ഞു വച്ചേക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറട്ടെ.
Yes. Holy Spirit. Holy Spirit. Laba shekeriam tenia. Riba la hadal kamana gadaga shaida proudi biri gadaga se. Mighty power. Yes. ഇന്ന് ചില സ്വാതന്ത്ര്യങ്ങൾ നടക്കട്ടെ. Take it the power. Fire of God. Mighty name of Jesus. വാഗ്ദത്തങ്ങളെ തടയുന്ന സകല പോരുകളെയും പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് നിങ്ങളെ തൊടുന്നു. 2024 വാഗ്ദത്വത്തിന്റെ വർഷമാണ് സിസ്റ്റർ. പക്ഷേ അധിക ദിവസം നിങ്ങളുടെ മുമ്പിലില്ല. ആത്മാവ് അതിശക്തമായി പറയുന്നു, ശേഷിക്കുന്ന ദിവസം മതി ദൈവത്തിന്. ആ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാ. വെളിപ്പെടാൻ പോവുക. നിറയുക. വെളിപ്പെടാൻ പോവുക. Yes. വെളിപ്പെടാൻ പോവുക. വാഗ്ദത്വത്തിന് തടസ്സമായി കിടക്കുന്ന പല കെട്ടുകളും ഇന്ന് സ്വർഗം നിന്നിൽ നിന്ന് അഴിച്ചു കളയുന്നു. ഫ്രീ ആകട്ടെ. ഹോളി സ്പിരിറ്റ്. Yes. Take it the glory. മഹത്വം ഇറങ്ങട്ടെ. In mighty name of Jesus. യേശുവേ, നിന്റെ മഹത്വം ഇറങ്ങട്ടെ. നിന്റെ മഹത്വം ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ്. Mighty power. Holy Spirit. Take it the glory. മഹത്വം ഇറങ്ങട്ടെ. യേശുവേ, നിന്റെ മഹത്വം ചലിക്കട്ടെ. ശൽമന റഗതന ജലഘടക രക്ഷസ്കമന ഘടക ഷൈഡ പ്രൗഢിബിരി ഘടക രക്ഷസ്കമന ഘടകസി. ഹോളി സ്പിരിറ്റ്, കുടുംബത്തിനകത്ത് വാഗ്ദത്തങ്ങളെ നിറവേറ്റാതെ തടയപ്പെട്ട് കിടക്കുന്ന, തടഞ്ഞു വയ്ക്കുന്ന പോരുകളെ ഇന്ന് പകൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, തൊടട്ടെ. തൊടട്ടെ. ഹോളി സ്പിരിറ്റ്. പ്രാപിക്കേണ്ട ചില വാഗ്ദത്തങ്ങളെ പരിശുദ്ധാത്മാവ് ആ ദുരാത്മാവിന്റെ സാന്നിധ്യം നിന്റെ ശരീരം വിടാൻ പോകുന്നു. ആ ദുരാത്മാവിന്റെ സാന്നിധ്യം ഈ ശരീരം വിടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്. യേശുവിന്റെ നാമത്തിൽ വിട്. യേശുവിന്റെ നാമത്തിൽ പിശാചേ, ആ ശരീരത്തെ വിട്ട പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ആ ദുരാത്മാവിന്റെ സ്വാധീനത്തെ ഇപ്പോൾ ശാസിക്കുന്നു. യേശുവേ, നിന്റെ മഹത്വം ചലിക്കട്ടെ. ചില ശരീരങ്ങളിലെ മഹത്വം വെളിപ്പെടുക. അതൊക്കെ പ്രാർത്ഥിച്ചു. ഹോളി സ്പിരിറ്റ്,
ഹോളി സ്പിരിറ്റ്. യേശുവേ എന്റെ മഹത്വം ചലിക്കട്ടെ. മഹത്വം തൊടട്ടെ, മഹത്വം തൊടട്ടെ. തൊടുന്നു 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 തൊടുന്നു. തലമുറയെ ദൈവാത്മാവ് സ്പർശിക്കുന്നു. റീമാന ഷെഖേനി റഗൽ ഖമനഗഡഗസി. തൊടട്ടെ തൊടട്ടെ തൊടട്ടെ. റഖബല ബഷഖേനിയ റീവ ശമനഗഡഗ റഗൽ ഖമനഗഡഗസി. പരിശുദ്ധാത്മാവേ തലമുറയെ സ്പർശിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ടേക്ക് ദ പവർ. അവസ്ഥയെ മാറ്റുന്ന ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുക. അവസ്ഥയെ മാറ്റുന്ന ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുക. ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് നിങ്ങളെ തൊടുന്ന സമയം ഇത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന സമയം. എനിക്കറിയാം ചില ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ സ്പർശനങ്ങൾ സംഭവിക്കുകയാണ്. ആത്മാവിൻ്റെ സ്പർശനങ്ങൾ. ഹോളി സ്പിരിറ്റ് സിസ്റ്റർ, ദൈവം നിങ്ങളെ തൊടുന്നു. Mighty name of Jesus. Lava Shekiri Yamthini. In mighty name of Jesus. അത്യന്ത ശക്തി നിങ്ങളെ തൊടുമ്പോൾ ചില ദുർഭൂതക്കെട്ടുകളൊക്കെ നിങ്ങളുടെ ശരീരങ്ങളിൽ വിട്ടുപോകും. തലപ്പെരുപ്പ്, തലയ്ക്ക് വേദന, പാമ്പിനെ സ്വപ്നം കാണുന്നവർ, ഉറക്കമില്ലാത്തവർ, ഇങ്ങനെയുള്ളവർക്കൊന്ന് കരം ഉയർത്തി പ്രാർത്ഥിക്കാവും. അങ്ങനെയുള്ളവർ മാത്രം ജസ്റ്റ് ഇങ്ങോട്ട് തോന്നേ. ഉറക്കമില്ല, പാമ്പിനെ സ്വപ്നം കാണുന്നു, രാത്രി ഉറക്കം കിട്ടുന്നില്ല. യെസ്, ആരൊക്കെ ഉണ്ടെങ്ങനെ? വേറെ വന്നോ, പ്രാർത്ഥിച്ചോ. യെസ്, ഒന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങോട്ട് പ്രാർത്ഥിച്ചോ. ശരീരത്തിന് അനാവശ്യമായ ചൊറിച്ചിലുണ്ടാകുന്നു. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നുണ്ട്. പ്രാർത്ഥിച്ചോ, ഇവിടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിങ്ങളെ ഈ സമയം വിടുതൽ നടക്കാൻ പോവുകയാണ്. അത്ഭുതം നടക്കാൻ പോകും ചില ശരീരങ്ങളിൽ. നിങ്ങളുടെ പിന്നെ ഒരു കാര്യം കൂടെ ദൈവാത്മാവ്, നിന്റെ പുറകിൽ ആരോ നടക്കുന്ന പോലെ ചില സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ആരോ, ഒരു ദുർശക്തി, ഒരു വലിയ ഇരുട്ടിൻ്റെ രൂപം, ചില കാലൊച്ചകൾ, ചില ശബ്ദങ്ങൾ നിങ്ങളുടെ കാതിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക. ഈ നിൽക്കുന്നവരെല്ലാം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ നിന്നെന്തോ ആ സ്പിരിറ്റുകളെല്ലാം ഇപ്പോൾ വിട്ടുപോകും. വിത്തിൻ മിനിറ്റ്സ്, ചില മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ അസഹ്യപ്പെടുത്തുന്ന ശക്തികൾ നിങ്ങളെ വിടാൻ പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. വിടുന്നു. പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മ നിങ്ങളെ തൊടുന്നു. ചില ശരീരങ്ങളിൽ ദൈവത്തിന്റെ കരം തൊടുന്നു. തൊടുക. സർപ്പത്തെ സ്വപ്നം കാണുന്ന ചില ശരീരങ്ങളിൽ നിന്ന് അത് ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഒരു വളണ്ടിയേഴ്സ് ആരെങ്കിലും ഇറങ്ങിപ്പോകാൻ പോവുക. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോട്ടെ. അങ്ങനെയുള്ള സ്പിരിറ്റുകൾ അത് കുടുംബത്തിനകത്തിന് വരരുത്. ദുസ്വപ്നങ്ങളെ കൊണ്ടിരുന്ന സ്പിരിറ്റുകൾ, ചൊറിച്ചില്, അസ്വസ്ഥതകളെ കൊണ്ടുവച്ച ആ സ്കിന്നിന്റെ പുറത്ത് വേട്ടയാടുന്ന ശക്തികളെ ശാസിക്കുന്നു. അഴിഞ്ഞു പോ. അങ്ങനെയുള്ള ബന്ധനങ്ങളെല്ലാം ഞാൻ അഴിച്ചു കളയുന്നു. റൈറ്റ് നൗ
ഓഫ് ജീസസ് അഴിഞ്ഞു പോ. ആ സ്പിരിറ്റ് എല്ലാം അഴിഞ്ഞു പോട്ടെ. ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ മകളെ വേട്ടയാടുന്ന ശക്തികൾ, പാരമ്പര്യ സ്പിരിറ്റ് നിന്നെ വിട്ടു പോകുന്നു. ചില പാരമ്പര്യത്തിന്റെ കെട്ടുകൾ നിന്റെ കുടുംബത്തിൽ കൊടുത്തും കൊണ്ടാടി വരുന്ന ചില ശക്തികൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവുക. പല നന്മകളും അത് അവകാശപ്പെടുത്തുന്നു, പല നന്മകളെയും അത് കൊണ്ടുപോകുന്നു. എന്നാൽ കർത്താവ് ഇന്നു പകൽ അങ്ങനെയുള്ള ചില സ്പിരിറ്റുകളെ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടാൻ പോവുക. Right now. Come out. സ്വാതന്ത്ര്യം വെളിപ്പെടാൻ പോവുക. എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സ്പിരിറ്റുകളൊക്കെ മാറിപ്പോകുന്നു. അനാവശ്യ സ്പിരിറ്റുകളെല്ലാം വിട്ടുപോകുന്നു. യേശുവേ, മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, മഹത്വം ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, ഇന്ന് ഡെലിവറൻസ് നടക്കട്ടെ. Now, free, 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 free. In the name of Jesus. യേശുവേ, കർത്താവേ, അങ്ങനെയുള്ള സകല സ്പിരിറ്റുകളും ആ വീട്ടിൽ അവരെ പുറകെ വരുന്ന വ്യാപരിക്കുന്ന സ്പിരിറ്റുകളെ ഫ്രീ. ഉറക്കത്തെ തടയുന്ന ശക്തികൾ എന്റെ ശരീരം വിടുന്നു, വിടുന്നു, വിടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അവന്റെ ശരീരം ഒന്ന് ഫ്രീ ആകണം. വർഷങ്ങൾ അവന്റെ പുറകെ നടക്കുന്ന ചില സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ പിതാക്കന്മാരുടെ കാലം മുതൽ കുടുംബത്തിൽ വന്നു നിൽക്കുന്ന ചില ശക്തികളെ ഈ തലമുറയിൽ നിന്ന് ഞാൻ ശാസിക്കുന്നു.